To officially commence this meeting, I would request Pastor Jacob John to deliver the inaugural address. We are so grateful, Pastor Uncle, for the countless hours you spent praying for us, counseling us, and leading us closer to God. A big round of applause for Pastor Jacob John. ഇവിടെ സ്വാഗതത്തിലും മറ്റും പറഞ്ഞ നല്ല വാക്കുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ചർച്ച ആരംഭിച്ചിട്ട് 9 വർഷം കഴിഞ്ഞു. അതുകൊണ്ടാണ് 9th ആനിവേഴ്സറി എന്ന് പറഞ്ഞത്. നമ്മൾ ആനിവേഴ്സറി ആയിട്ട് പ്രോഗ്രാമായിട്ട് ചെയ്തിട്ട് 9 ആയില്ല. പക്ഷേ 3-4 വർഷം നല്ല രീതിയിൽ തന്നെ നടത്തുവാൻ ദൈവം സഹായിച്ചു. സ്തോത്രം. നമുക്കന്ന് എല്ലാ നല്ല കുഞ്ഞുങ്ങൾക്കായും അവരെ പഠിപ്പിക്കുന്ന സൺഡേ സ്കൂൾ ടീച്ചർമാർക്കായി, അതിൻ്റെ ഹെഡ് ടീച്ചറിനായി, PAPക്കായി, യൂത്തിനായി, അതിന് നേതൃത്വം കൊടുക്കുന്നവർക്കായി എല്ലാം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ, അതിനെല്ലാം പ്രതിഫലം തന്നു മാനിക്കട്ടെ. സ്തോത്രം. സമയം അധികം എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് പിന്നാലെ നമ്മുടെ ഗസ്റ്റ് സ്പീക്കർ ഉണ്ടല്ലോ, സ്തോത്രം പോലെ നമ്മുടെ ദേവദാസന്മാർ നമ്മുടെ മധ്യം ഉണ്ടല്ലോ. അവർക്കൊക്കെ സമയം ഉപയോഗിക്കുന്നതായിരിക്കും. കർത്താവരെയൊക്കെ അനുഗ്രഹിക്കട്ടെ, ശുശ്രൂഷയൊക്കെ നമുക്ക് അനുഗ്രഹമായി തീരുമാനാകട്ടെ. ഞാൻ രാവിലെ ഡാൻ ബ്രദറിനെ എടുക്കാനായിട്ട് എയർപോർട്ടിലേക്ക് പോയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത, നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം പരിപാലിക്കുന്ന ദൈവമാണ്, അല്ലേ? എന്നെ ഇത്രയും പരിപാലിച്ച ഒരു ദൈവം ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഒരു ദൈവത്തെ സ്തുതിച്ചാട്ടെ. രണ്ടാമത് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത, അവൻ പരിശീലിപ്പിക്കുന്ന ദൈവമാണ്. ആമേ സ്തോത്രം. ഈസ് എ ഗുഡ് ട്രെയിനർ. ആമേ സ്തോത്രം. ദാവീദിനെ സിംഹാസനത്തിൽ കയറ്റുന്നതിന് മുമ്പേ നല്ലൊരു കാലഘട്ടത്തിൽ ആമേ സ്തോത്രം ഒരിടയനായിട്ട് എങ്ങനെ ആടിനെ നോക്കണമെന്നുള്ള ഒരു നല്ല പരിശീലനം കൊടുത്തു, അല്ലേ? ആമേ സ്തോത്രം. മോശ അനേക ലക്ഷങ്ങൾ, 20 ലക്ഷം ആൾക്കാരുമായിട്ടാണല്ലോ യാത്ര പുറപ്പെട്ടത്, അല്ലേ? 6 ലക്ഷം പുരുഷന്മാർ തന്നെ ഉണ്ടായിരുന്നു, 6 ലക്ഷം സ്ത്രീകളും 12 ലക്ഷം 2 മക്കൾ വെച്ച്. അന്നൊന്നും 2 അല്ലല്ലോ, ഇന്നല്ലേ 2. ആമേ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ 24 ലക്ഷം ആൾക്കാരുണ്ടായിരുന്നു. ആമേ സ്തോത്രം. ആയിട്ട് യാത്ര തിരിച്ചു നല്ല, അല്ലേ, ലീഡറായിരുന്നു, ഒരു കറപ്ഷൻ ഇല്ലാത്ത ലീഡറായിരുന്നു. പക്ഷെ അതിന് ഒരു 40 വർഷം മരുഭൂമിയിൽ ട്രെയിൻ ചെയ്യേണ്ടു, അല്ലേ? ആമേ സ്തോത്രം. 40 വർഷം കൊട്ടാരത്തിൽ ട്രെയിൻ ചെയ്തു, 40 വർഷം മരുഭൂമിയിൽ. അപ്പോൾ ഒരു കാര്യം സത്യമാണ്, കൊട്ടാരത്തിലെ ജീവിതം കൊണ്ട് ദൈവജനത്തെ നടത്താൻ പറ്റത്തില്ല. ആമേ സ്തോത്രം. അല്ലെങ്കിൽ കൊട്ടാരത്തിലെ ജീവിതം കൊണ്ട് ദൈവശബ്ദം കേൾപ്പാൻ ഇടയാവരുത്തില്ല. മരുഭൂമിയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ദൈവശബ്ദം കേൾക്കുവാനുള്ള അവസരമാണ്. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാണ്. അപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, ഒന്ന്, നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ്. ഈസ് കെയറിങ് ഫോർ ആസ്, അല്ലേ? അതുകൊണ്ടല്ലേ ദൈവവചനം പറയുന്നത്, നിങ്ങളൊന്നിനെ പറ്റി ചിന്തിക്കേണ്ട, എല്ലാ അകുലകളും എല്ലാ ചിന്തകളും ദൈവത്തിൽ ഏൽപ്പിക്കും. ആമേ സ്തോത്രം. 2, നമ്മെ പരിശീലിപ്പിക്കുന്ന ദൈവമാണ്. ആമേ, നമ്മളെ ട്രെയിൻ ചെയ്യുന്ന, അല്ലല്ലോ. നമ്മൾ ചിലപ്പം നമ്മുടെ ജീവിതത്തിലെ തിക്ത അനുഭവങ്ങളായിരിക്കും, പരിവരുത്ത അനുഭവങ്ങളിലൂടെ ആയിരിക്കാം നമ്മൾ കടന്നു പോകുന്നത്. എപ്പോഴും നമ്മുടെ ജീവിതം നാഷണൽ ഹൈവേ ആയിരിക്കത്തില്ല. നമ്മൾ ഇടുക്ക് വാതിലിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും, ഇടുക്ക് വഴിയിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. ഞെരുക്കത്തിന് അനുഭവങ്ങളൊക്കെ വരും, രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും. ഈ ദിവസങ്ങളിൽ ഒരാളെന്നോട് പറഞ്ഞു, നിങ്ങൾ പെന്തക്കോസ്തുകാരെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ ദൈവം കഴിഞ്ഞ അടുത്ത ആൾക്കാരാണല്ലോ, അപ്പോൾ എവരി ബ്ലെസ്സിങ്സ് കം അപ്പോൺ യു, സോ യു വിൽ ബി എ ബ്ലെസ്സഡ് പീപ്പിൾ, അതുകൊണ്ട് നിങ്ങൾക്കൊന്നിനും കുറവ് കാണത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയൊന്നുമല്ല, ഇത് സാധാരണക്കാരെ പോലെ തന്നെയാണ് നിങ്ങൾ, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ആ വ്യത്യാസം മതി, അല്ലേ? ആ വ്യത്യാസം മതി. ആമേ സ്തോത്രം. കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്തെ കഷ്ടങ്ങളുണ്ടെങ്കിൽ ധൈര്യപ്പെടും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ഒരു നല്ല നേതാവ് നമുക്കുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു കർത്താവ് നമുക്കുണ്ട്. ആമേ സ്തോത്രം. അപ്പം നമ്മെ നല്ല രീതിയിൽ പരിശീലിപ്പിക്കാനും നമ്മെ നല്ല രീതിയിൽ ആമേ സ്തോത്രം പരിപാലിക്കുവാനും കർത്താവുണ്ട്. ആമേ സ്തോത്രം. ഈ ഭൂമിയിലെ മാതാപിതാക്കന്മാർക്കും ദൈവം കൊടുത്തിരിക്കുന്ന കൃപ അതാണ്. ആമേ, കുഞ്ഞുങ്ങളെ പരിപാലിക്കുക, അല്ലേ? നമ്മളവിടെ ഹെൽത്തിൽ ഭയങ്കര കോൺഷ്യസ് ആണ്, അല്ലേ? ഹെൽത്തിൽ ഭയങ്കര കോൺഷ്യസ് ആണ്. അവർക്ക് വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റീസും നമ്മൾ കൊടുക്കും, എല്ലാം പ്രൊവൈഡ് ചെയ്യും. അതുപോലെ നമുക്ക് തന്നിരിക്കുന്ന രണ്ടാമത്തെ ഉത്തരവാദിത്വമാണ് എന്തുവാ? പരിശീലിപ്പിക്കുക. ആമേ, ഇവിടെ കുഞ്ഞ് വായിച്ചു, അവൻ വായിച്ച സദൃശ്യവാക്യം 26-ാം അധ്യായത്തിലെ വാക്യം വായിച്ചു. എന്തുവാ? ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ആമേ സ്തോത്രം. ഹല്ലേലൂയ. പ്രായമാകുമ്പോൾ വിട്ടുമാറുന്നെങ്കിൽ അതിന് കാരണം ബാലനായിരുന്നപ്പോൾ നല്ല പരിശീലനം കൊടുത്തില്ലെന്നുള്ളതാണ്. ആർ യു അഗ്രീഡ് വിത്ത് മീ? ആമേ സ്തോത്രം. ഈ ലോകം ചതിയുടെ ലോകമാണ്, വഞ്ചനയുടെ ലോകമാണ്, ആകർഷങ്ങളിലൂടെ മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന ലോകമാണ്, പിശാചിൻ്റെ അധീനതയിലുള്ള ലോകമാണ്. പക്ഷെ അവിടെ ജയകരമായൊരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കണമെങ്കിൽ
വി നീഡ് ടു ചേഞ്ച് ആസ് എ ടീച്ചർ ഇൻ അവർ ഹോം. നമ്മുടെ വീട്ടിൽ നമ്മളൊരു രക്ഷകർത്താവ് പരിപാലിക്കുന്നവരെ ഒരു പരിശീലകരൂടായി മാറണം. നല്ല വഴിയിലൂടെ അവരെ നടത്തുവാൻ നാം ബാധ്യസ്ഥരാകണം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ സെക്കൻഡ് തിങ് ആണ് സൺഡേ സ്കൂൾ. ആമേൻ, സ്തോത്രം. വീട്ടിൽ നല്ല പരിപാലനവും നല്ല പ്രാക്ടീസും കൊടുക്കുന്ന ഒരു കുഞ്ഞ് അടുത്ത അവന് സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം ഫേസ് ചെയ്യുന്ന ചർച്ചാണ്. ആ ചർച്ചിൽ അവന് വേണ്ടുന്ന കൈത്താങ്ങൽ, പരിശീലനം കിട്ടിയാൽ, ആമേൻ, സ്തോത്രം, പരിപാലനം കിട്ടിയാൽ അത് നല്ല രീതിയിൽ അവൻ്റെ സ്പിരിച്വൽ ലൈഫ് കൊണ്ടുപോകാനിടയായിത്തീരും. ആമേൻ, സ്തോത്രം. ഇന്ന് പലരും ഇന്നത്തെ ഈ ലോകം, ഈ UK അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൻ്റെ അനുഭവം നമുക്കറിയാം. ഒരു കാലത്ത് ഇതൊക്കെ ക്രിസ്ത്യൻ കൺട്രി ആയിരുന്നു. എന്നാൽ ഇന്ന് തലമുറകൾ ചർച്ചുകളിൽ പോകുന്ന വളരെ കുറവാണ്. നമുക്ക് ഈ ചർച്ച് തന്നെ നമ്മുടെ മുമ്പിൽ ബെസ്റ്റ് ഉദാഹരണമായിട്ട് നിൽക്കുന്നുണ്ട്, അല്ലേ? 56 വർഷം മുമ്പ് ആരംഭിച്ച് നിറച്ച ആൾക്കാരും വളരെ ആക്ടിവിറ്റിയുമായി പോയ ചർച്ച് ഈ 2024 ജനുവരിയിൽ അവർ ക്ലോസ് ചെയ്തു, വർഷിപ്പ് ക്ലോസ് ചെയ്തു. ദ റീസൺ ഈസ് ദേ ഹാവ് കപ്പിൾ ഓഫ് എൽഡർലി പീപ്പിൾ ഓൺലി, നോ യങ്സ്റ്റേഴ്സ് ഹിയർ. ആരുമില്ല, യൗവനക്കാരില്ല. കുറേ അമ്മച്ചിമാർ അപ്പച്ചന്മാരോട് കോവിഡ് വന്നപ്പോൾ അത് പകുതി പേര് മരിച്ചു. ഇനി കുറച്ച് പേരുണ്ട്. അവരെ കൊണ്ട് ഈ ചർച്ച് പോകാൻ അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അവർ ക്ലോസ് ചെയ്തത്. അതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വലിയൊരു വെല്ലുവിളിയാണ്. ഹൗ വി ക്യാൻ കീപ്പ് അവർ ചിൽഡ്രൻ, യങ്സ്റ്റേഴ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. എല്ലാ പേരൻസും ചിന്തിക്കുന്നതാണ്, എല്ലാ ടീച്ചേഴ്സും ചിന്തിക്കുന്നതാണ്. എബിയോറിൻ്റെ ആ ഷോട്ടിൽ പറയുന്നുണ്ട്, സ്തോത്രം, നമ്മൾ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ സീഡ് കൊടുക്കുന്നവരാണ്. നമ്മുടെ സൺഡേ സ്കൂളിൽ നമ്മൾ ചെയ്യുന്ന ഒരു സീഡ് പാകുകയാണ്, നല്ല വിത്ത് പാകുകയാണ്. കർത്താവിനെ പറ്റിയുള്ള ദൈവവചനം അവരുടെ ഉള്ളിൽ പാകുകയാണ്. ആ വിശ്വാസത്തിൽ അവൾ വളർന്നു നിൽക്കണം. കർത്താവ് പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. സ്തോത്രം. പേമാരി പെയ്തു, കാറ്റടിച്ചു. ആ വീടിൻ്റെ പതനം വലിയതായിരുന്നു. എന്നാൽ പേമാരി അടിച്ചു, കാറ്റടിച്ചു, വെള്ളം പൊങ്ങി. ചിലത് പാറമ്പേൽ നിന്നതുകൊണ്ട്, അടിസ്ഥാനമുള്ളതുകൊണ്ട് അത് ഇളകാതെ നിന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ തലമുറ വരും ലോകത്തെ ഈ നൂറ്റാണ്ടിൽ, ഈ ആധുനിക സംവിധാനങ്ങളെല്ലാം ഉള്ള നൂറ്റാണ്ടിൽ, സ്തോത്രം, ഇത്രയും കൾട്ട് വ്യാപരിക്കുന്ന ഒരു നൂറ്റാണ്ടിൽ, സത്യം എന്താ മിഥ്യ എന്തെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഈ കാലഘട്ടങ്ങളിൽ അവർ പിടിച്ചു നിൽക്കണമെങ്കിൽ അവർക്കൊരു ബേസ് ഉണ്ടായിരിക്കണം. ആ പാറ ക്രിസ്തുവായിരിക്കണം. ദൈവവചനത്തിൽ അടിസ്ഥാനമായിട്ടുള്ളൊരു കുഞ്ഞുങ്ങളെ പണിതാൽ മാത്രമേ അവർ നിലനിൽക്കുകയുള്ളൂ. സ്തോത്രം. അതിനുവേണ്ടിയുള്ള പരിശീലന കളരിയാണ് സൺഡേ സ്കൂൾ. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സൺഡേ സ്കൂൾ പരീക്ഷ പാസ്സായവർക്കൊക്കെ ഇവിടെ ട്രോഫിയുണ്ട്. സ്തോത്രം. അതിനുവേണ്ടി അവർ കാത്തിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ 4 മണി വരെ വെയിറ്റ് ചെയ്യണം, അന്നേരം കിട്ടത്തുള്ളൂ. സ്തോത്രം. നിങ്ങൾ അതുവരെ നല്ല കളർഫുള്ളായിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഉച്ചയ്ക്ക് നിങ്ങൾക്ക് അടിപൊളി ഫുഡുണ്ട്. അവിടെ ആരും വറീഡാകണ്ട. ലാസ്റ്റ് തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇടയ്ക്ക് കൈമോശം വന്നെങ്കിൽ എന്ത് ചെയ്യും, അതുകൊണ്ടാണ്. അപ്പോൾ കിട്ടുന്നതുകൊണ്ട് വീട്ടിൽ പോവാം. ദൈവം സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും ഇവിടെ പറഞ്ഞ പോലെ വളരെ ആകാംക്ഷയോടെ ഇരിക്കാൻ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. അപ്പോൾ അവിടെ നമ്മുടെ ദൈവം പരിപാലിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം പരിശീലിപ്പിക്കുന്ന ദൈവമാണ്. നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നവരായിരിക്കണം. നല്ലവണ്ണം ഇഷ്ടം എങ്ങനെയെങ്കിലും പൊക്കോട്ടെന്നല്ല, അവരെ നല്ലവണ്ണം പരിപാലിക്കണം. ഇഷ്ടം. അതുപോലെ അവരെ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. എല്ലാ ചിട്ടകളും അവരെ പഠിപ്പിക്കണം. നല്ല സ്റ്റാൻഡേർഡുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലെ എൻ്റെ കസിൻ ബ്രദറിൻ്റെ വെയ്ക്കായിരുന്നു അമേരിക്കയിലെ. ആ ലിങ്ക് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അവിടെ പ്രസംഗിച്ചവർ മുഴുവൻ പ്രസംഗിച്ചത്. എൻ്റെ ഒരു വീഡിയോ ക്ലിപ്പും ഉണ്ട്. അതിനകത്ത് ഞാനും പറഞ്ഞത്, എല്ലാവരും പറഞ്ഞത്. അവിടെ 4 മണിക്കൂറത്തെ പ്രോഗ്രാം എല്ലാവരും പറഞ്ഞത് മിതഭാഷിയും ദൈവ പൈതലായിട്ട് 55 വയസ്സ് വരെ ജീവിച്ചുള്ളെങ്കിലും അവിടെ പ്രസംഗിച്ച സ്തോത്രം ജോയ് പാസ്റ്റർ, ഡൽഹി ജോയ് പാസ്റ്റർ പറയുമായിരുന്നു, എത്ര വർഷം ജീവിച്ചെന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചെന്നുള്ളതാണ്. സ്തോത്രം. വളരെ സാക്ഷ്യമുള്ള ഒരു പൈതലായിട്ട് ജീവിച്ച് സ്തോത്രം. വളരെ മാതൃകയോടുകൂടെ ദൈവസഭയ്ക്കും ദേശത്തും ദൈവനാമത്തിൻ്റെ മഹത്വമായി ജീവിച്ചു. എന്നാൽ കർത്താവ് 55 വർഷമേ ഈ ലോകത്തിൽ കൊടുത്തുള്ളൂ. താൻ പ്രത്യാശ വെച്ചിരുന്ന കർത്തസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. സ്തോത്രം. ഇന്ന് 3 മണി തൊട്ട് ഹോം ഗോയിങ് സർവീസാണ്. എനിക്കത് കാണുന്ന ആഗ്രഹമുണ്ട്. സ്തോത്രം. നമ്മൾ അതിനുള്ളിൽ തീരുമെന്ന് എനിക്കറിയില്ല. സ്തോത്രം. സ്തോത്രം. ഓർത്ത് പ്രാർത്ഥിയ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത് സ്തോത്രം, മാതൃകയുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരണമെങ്കിൽ സ്തോത്രം അവരെ പരിശീലിപ്പിക്കണം. അതിൻ്റെ അടുത്ത സെക്ഷനാണ് പറഞ്ഞത് സൺഡേ സ്കൂൾ അല്ലെങ്കിൽ PAPA. സ്തോത്രം. സൺഡേ സ്കൂൾ അവർക്ക് വചനം ഉള്ളിൽ പാകുന്നതാണെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാനുള്ള സന്ദർഭമാണ് PAPA. നമ്മുടെ യൂത്ത് മീറ്റിങ്ങുകൾ, യൂത്ത് സെഷനുകൾ. നമുക്ക് എല്ലാ ഫസ്റ്റ് സാറ്റർഡേയും
തേർഡ് സാറ്റർഡേ നമുക്ക് യൂത്ത് ഫെലോഷിപ്പ് ഉണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുക, അവർ വചനം പഠിക്കട്ടെ, അത് നിലനിൽക്കട്ടെ, അത് പ്രാക്ടീസ് ചെയ്തിട്ട് ദൈവനാമത്തിന് മഹത്വമായി തീരട്ടെ, ദൈവസഭയ്ക്ക് പ്രയോജനമായി തീരട്ടെ. ആമേൻ, സ്തോത്രം. ഒരു വാക്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കോട്ടെ. 2 തീമോത്തിയോസ് 3-ാം അധ്യായത്തിലെ 14-15 വാക്യങ്ങളിൽ തീമോത്തിയോസ് തൻ്റെ നിജപുത്രനായ തീമോത്തിയോസിന് പൗലോസ്ലീഹ എഴുതുന്ന ലേഖനമാണ്. ആമേൻ, സ്തോത്രം. നീയോ കേട്ടതിൽ, പഠിച്ചതിൽ, ബാല്യം മുതൽ അറിഞ്ഞതിൽ നിലനിൽക്കുക. ആമേൻ, സ്തോത്രം. So we need to train them from childhood, and they have to stay on the word of God. ആമേൻ, സ്തോത്രം. നീ പഠിച്ചതിൽ, നീ അറിഞ്ഞതിൽ, നിൻ്റെ വല്യമ്മ ലോവിസിൽ നിന്നും നിൻ്റെ അമ്മയിൽ നിന്നും ഒക്കെ നീ കേട്ടത്, ഗ്രഹിച്ചത്, പഠിച്ചത്, ആമേൻ, സ്തോത്രം, നിലനിൽക്കുവാൻ നിന്നെ സഹായിക്കട്ടെ എന്നാണ് തീമോത്തിയോസിനുള്ള ലേഖനം 2-ാം അധ്യായത്തിൽ ക്ലോസ് ചെയ്യുമ്പോൾ പൗലോസ് ആശംസയായിട്ട് പ്രാർത്ഥനയായിട്ട് പറയുന്നത്. ആമേൻ, സ്തോത്രം. എനിക്കും പറയാനുള്ളത് ഇതാണ്. നിങ്ങളുടെ പേരൻസ് ഇന്ന് പഠിച്ചത്, നിങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ഇന്ന് പഠിച്ചത്, നിങ്ങളുടെ ദൈവസഭ ഇന്ന് പഠിച്ചത്, ആമേൻ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനമായി തീരട്ടെ, നല്ല ഫലം കായ്ക്കുന്നവരായി തീരട്ടെ. ബി ഫ്രൂട്ട്ഫുൾ. ആമേൻ, സ്തോത്രം. കർത്താവ് തരുന്ന ആയുസ്, കർത്താവിൻ്റെ വരതാമസമെങ്കിൽ ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കുന്നു അത്രയും നാളും ഒരു നല്ലവന് വിശ്വസ്തരമായ പൈതൽ എന്നുള്ള വിളിക്കോഹരിക്കാരായി. ആമേൻ, സ്തോത്രം. ഈ ലോകത്തിലെ മാലിന്യങ്ങളിലൊന്നും ചെന്ന് പെടാതെ, ആമേൻ, സ്തോത്രം, ആമേൻ, ഒരു നല്ല സാക്ഷ്യമുള്ളവരായി എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യണം. ഈ ലുക്ക്, ആ കുഞ്ഞിനെ നോക്കി, ആ മോനെ നോക്കി, ആ മോളെ നോക്കി, ദേ ആർ വെരി ഓണസ്റ്റ് അല്ലേ? എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്നുള്ളതിനേക്കാൾ വലുതില്ല. ആമേൻ, ദേ ആർ വെരി ഓണസ്റ്റ്. ഞാൻ പേരൻസിനോട് പറയണം, ആമേൻ, സ്തോത്രം, കുഞ്ഞുങ്ങളോട് കള്ളം പറയരുത്. അവർ ചിലപ്പോൾ പൈസ ചോദിക്കും, നമ്മൾ പറയും പൈസ ഇല്ലെന്നൊക്കെ കള്ളം പറയരുത്. അത് അവർക്ക് വേണ്ടതാണെങ്കിൽ മേടിച്ചു കൊടുക്കണം, വേണ്ടാത്തല്ലെങ്കിൽ ഇത് നിനക്ക് ആവശ്യമില്ല റീസൺ പറഞ്ഞിട്ട് ഒരിക്കലും അവരോട് കള്ളം പറയില്ല. പേരൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളം പറയില്ല. അത് കണ്ട് കുഞ്ഞുങ്ങൾ കേട്ടാൽ നമ്മളിവിടെ എത്ര വന്ന് പ്രസംഗിച്ചാലും പറയും, പാപ്പ എന്നോട് കള്ളം പറഞ്ഞതാ, അല്ലെങ്കിൽ മമ്മിയോട് കള്ളം പറഞ്ഞത് ഞാൻ കേട്ടാ, അല്ലെങ്കിൽ മമ്മി പപ്പയോട് കള്ളം പറഞ്ഞത് കേട്ടതാ. നമ്മൾ വീട്ടിൽ നല്ല പ്രാക്ടീസ് കൊടുക്കണം. ഇങ്ങനെ പറയാൻ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. കർത്താവ് ദാസന് സമയം കൊടുക്കണമല്ലോ. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. IPC ബദൽ PIPA സൺഡേ സ്കൂളിനെ കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞൊരു വർഷക്കാലം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ടീച്ചേഴ്സിനെയും എല്ലാ യൂത്ത് വർക്കേഴ്സിനെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. എല്ലാത്തിനും പ്രതിഫലം ദൈവം തരുമാറാകട്ടെ. സമയത്തുന്ന ഭാരവാഹികൾക്കുള്ള നന്ദി അറിയിക്കുന്നു. ആമേൻ, സ്തോത്രം. തുടർന്ന് നമുക്ക് ദൈവത്തിലായിരിക്കാൻ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.